അതെ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നണേ ഡൗൺ പൈപ്പ് വിത്ത് ട്യൂണ 500 ഹോഴ്സ് പവർ ഹിറ്റ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ഈവൻ നമ്മൾ ഫുൾ ബോൾട്ടോൺ വെച്ചാൽ പോലും വരുന്നത് 400 ബീലേ വരുള്ളൂ. 400 ബീൽ എന്ന് പറഞ്ഞാൽ 550യുടെ സ്റ്റോക്ക് ആണ് ഓൾമോസ്റ്റ് 400 ബീൽ എന്ന്. അതെ, ഫിൽട്ടർ ഹൗസിംഗ് ഗ്യാസ്കറ്റ് അല്ല, ഫിൽട്ടർ പ്ലാസ്റ്റിക്. സിംഗിൾ ടർബോ പോവാണെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ സേഫ്ലി വിത്ത് സ്റ്റോക്ക് ഇന്റേണൽസ് നമുക്ക് 600 to 700 വീൽ ഹോഴ്സ് പവർ അടിക്കാൻ പറ്റും. ഇൻലൈൻ 6 ട്വിൻ സ്ക്രോൾ ടർബോ ആണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 550 ഐയിൽ വരുന്ന ക്ലച്ചും 335 IS വരുന്ന ക്ലച്ചും ഇതെല്ലാം സെയിം ക്ലച്ച് ആണ്. അപ്പം കൂടുതൽ സസ്പെൻസുകളൊന്നുമില്ല. നമുക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ 335 പുതിയ അപ്ഗ്രേഡ് ആണ്. അടുത്ത സമ്മറിലോട്ട് നമുക്ക് ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പാർട്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, തവണ നമുക്ക് ഒരു എയർലി സാന്റ ഗിഫ്റ്റ് തന്നത്, എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടോ പൊട്ടിച്ചോ. അപ്പം കൂടുതൽ സസ്പെൻസുകളൊന്നുമില്ല. നമ്മൾ ഒരു ക്ലച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ 335-ന്. അപ്പം അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയേക്കണേ. അതെ, ഇപ്പം ഞാൻ ഓർഡർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ BMW-ൻ്റെ 550 ലൂക്കിൻ്റെ ക്ലച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കണേ. ഇതിൻ്റെ ഒപ്പം ക്ലച്ച് ഫോർക്കും വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. FC പ്യൂറോടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇത് വന്നത് നന്നായി. ഇത് ക്ലച്ച് അലൈൻമെൻറ്റ് ടൂള്. ഇത് ത്രോട്ട് ബെയറിംഗ് ആണോ? ഇത് റോഡ് ബെയറിംഗ്. ഇതാണ് പ്രഷർ പ്ലേറ്റ് വരുന്നത്. ഇത് ക്ലച്ചും. ഇത് ക്ലച്ച് പ്ലേറ്റ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയണ 550-യുടെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇടുന്നേക്കാളും ഇതുകൊണ്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് 550-യുടെ ക്ലച്ചാണ്. ഇവൻ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 2 പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഉദ്ദേശിക്കണ 550-യുടെ ക്ലച്ചാണ് നമ്മൾ നോർമലി ഉദ്ദേശിക്കുന്നത്. അതെ, പ്രത്യേകിച്ച് 335-ന് 550-യുടെ ക്ലച്ച് കോമ്പാക്റ്റബിൾ ആണ്. അത് അപ്ഗ്രേഡ് എന്ന് പറയാൻ കാരണം സ്റ്റോക്ക് 550 തന്നെ എന്ന് പറഞ്ഞാൽ V8 എഞ്ചിനാണ് N63 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന 445 ഹോഴ്സ് പവർ 600 Nm ടോർക്ക് തന്നെ. നമ്മുടെ 335 സ്റ്റോക്ക് തന്നെ 300 HP അടുത്തേ വരുന്നുള്ളൂ. അപ്പം അത് ഇവൻ നമ്മൾ ഫുൾ ബോൾട്ടോൺ വെച്ചാൽ പോലും വരുന്നത് 400 വീലേ വരുള്ളൂ. 400 വീൽ എന്ന് പറഞ്ഞാൽ 550-യുടെ സ്റ്റോക്കാണ് ഓൾമോസ്റ്റ് 400 വീൽ എന്ന് പറയുമ്പോഴത്തേക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്റ്റേജ് 2 ക്ലച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ ഒരു സിംഗിൾ ടർബോ പോകാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു. തൽപ്പത്തെ ഒരു ബിൽഡിന് നമുക്ക് സ്റ്റേജ് 2+ എന്ന് പറയുന്ന ഒരു ഓവർകില്ല് എന്ന രീതിയിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരു 450 ഓൾമോസ്റ്റ് 500 വീൽ ഹോഴ്സ് പവർ വരെ പുഷ് ചെയ്യുന്നവർക്ക് 550 ക്ലച്ച് റൺ ചെയ്യേണ്ട കാര്യമാണ്. ഫുൾ ബോൾട്ടൺ എന്ന് പറയുമ്പം ഇപ്പം N54 ഫാമിലി അല്ലെങ്കിൽ ഇപ്പോൾ BMW ഫാമിലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫുൾ ബോൾട്ടൺ എന്ന് പറയുമ്പോൾ ഇൻടേക്ക് വരും, ഇന്റർകൂളർ വരും, ഡൗൺ പൈപ്പ്, പിന്നെ ട്യൂണ്, സ്റ്റേജ് 1 സ്റ്റേജ് 2 ട്യൂണ്, പിന്നെ ചാർജ് പൈപ്പും ബ്ലോ ഓഫ് വാൽവ്, ഇതൊക്കെയാണ് ബേസിക് വരുന്നത്. ഫുൾ ബോൾട്ടോൺ നമ്മൾ സ്റ്റേജ് 2+ MHD-യുടെ ഒക്കെ അടിക്കുമ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 400 വീല് കിട്ടും. 400 വീല് കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അത് മാക്സിമം ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പർപ്പസ് വെച്ചിട്ട് അത് മാക്സിമം ആണ്. പക്ഷേ നമുക്ക് സ്റ്റോക്ക് ഇന്റേണൽസും സിംഗിൾ ടർബോ പോവുകയാണെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ സേഫ്ലി വിത്ത് സ്റ്റോക്ക് ഇന്റേണൽസ് നമുക്ക് 600 to 700 വീൽ ഹോഴ്സ് പവർ അടിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ തൽക്കാലം ആ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം 550 ആണെങ്കിൽ ഈസിലി നമുക്കൊരു 400 ഹോഴ്സ് പവർ റൺ ചെയ്യാൻ പറ്റും. ഈടെ നമുക്ക് സിംഗിൾ ടർബോ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജ് 2 സ്റ്റേജ് 3 ക്ലച്ചിലോട്ട് എക്സ് ക്ലച്ച്, അതല്ലെങ്കിൽ സ്റ്റേജ് 2+ എന്ന് പറയുന്ന നമുക്ക് 600+ ഹോഴ്സ് പവർ പുട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ക്ലച്ചുകൾ ഇപ്പം മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പം നിലവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വെച്ച് അത് നമുക്ക് 550 ക്ലച്ച് ധാരാളമാണ്. ഫോർ ദി സേഫ് സൈഡ് നമുക്കിത് ഇനഫ് ആണ്. ഇത് ഈ ക്ലച്ച് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്. പിന്നെ നമുക്ക് ക്ലച്ച് അപ്ഗ്രേഡിന്റെ ഒപ്പം സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലൈ വീൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഫ്ലൈ വീൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ മാസ് ഫ്ലൈ വീലാണ്. ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ സാധാരണഗതിയിൽ ഓൾമോസ്റ്റ് 500 വീൽ ഹോഴ്സ് പവർ താഴെ കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്റ്റോക്ക് ഫ്ലൈ വീൽ തന്നെ കീപ്പ് ചെയ്യാം. പക്ഷേ ഓൾമോസ്റ്റ് 600 അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പുഷ് ചെയ്യാൻ സിംഗിൾ ടർബോ സെറ്റപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ സിംഗിൾ മാസിൽ പോകണമെന്നല്ലോ. സിംഗിൾ മാസിന് ആ ഡിസഡ്വാൻറ്റേജസ് കുറെ ഉണ്ട്. പവർ ലോസ് ഭയങ്കര കുറവായിരിക്കും. അത് ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് ലോസ് കുറെ വരും ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കും. സിംഗിൾ മാസ് ആകുമ്പം ഡയറക്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് കൂടും. അതുപോലെ ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓൾമോസ്റ്റ് ഹാഫ് ദ പ്രൈസ് വരുന്നുള്ളൂ. ലൈറ്റർ ഫ്ലൈ വീലാണ്.
പക്ഷെ പ്രശ്നം മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്ലച്ച് ആറ്റർ. അതെ അതെ, ഭയങ്കരമായിട്ട് നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് കേൾക്കും ക്ലച്ച് ആറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബ്രേഷൻ പോലെ നമ്മളവർക്ക് ഓക്കെ ട്രാൻസ്മിഷൻ പോയി. അതെ, വണ്ടീനെ പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്ക് ക്ലച്ച് ആറ്ററും കെട്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ വരുന്ന രീതിയിലുള്ള ഒരു അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് സൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രാക്ക് വെഹിക്കിൾ ആണെങ്കിൽ ഓക്കെ നമ്മൾ അതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡെയിലി ഡ്രൈവ് ചെയ്യുമ്പോൾ അകത്തും ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവൻ ഷിഫ്റ്ററെ വരെ നല്ല വൈബ്രേഷൻ കിട്ടും, ക്ലച്ചിൽ നല്ല വൈബ്രേഷൻ കിട്ടും. അപ്പം അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പം സ്റ്റോക്ക് ഫ്ലൈ വീലും 550 ക്ലച്ചും വെച്ച് സെറ്റ് ചെയ്യാന്നാണ് ഓർത്താക്കണത്. അപ്പോൾ F10 550 കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് N63 എഞ്ചിനാണ് വരുന്നത്. 4.4 ലിറ്റർ ട്വിൻ ടർബോ V8, 445 ഹോഴ്സ് പവർ, 600 Nm ടോർക്കാണ് വരുന്നത്. അപ്പം ഈ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 335 വിത്ത് ഫുൾ ബോൾട്ടേൺസ് റൺ ചെയ്യുന്ന പവറാണ് അത് സ്റ്റോക്ക് 550 സ്റ്റോക്ക് റൺ ചെയ്യണം. അപ്പം ഈ ക്ലച്ച് മോർ ദാൻ ഇനഫ് ആണ്. നമ്മളിപ്പം F10 550 പറയുമ്പോൾ F10 M5 കുറിച്ചും പറയണം. M5 തന്നെ ഇതിൽ N63 ആണെങ്കിൽ നമ്മുടെ BMW M സീരീസിലെല്ലാം തന്നെ അവർ എസ് വെച്ചിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇത് S63 വരുന്നത്. അതപ്പത്തി 553 ഹോഴ്സ് പവറും 680 Nm ടോർക്കും ആണ് വരുന്നത് വണ്ടിക്ക്. N62 N63 എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രബിൾ ഉള്ള എഞ്ചിനാണ്. നമ്മൾ സ്റ്റേ അവേ ഫ്രം ദാറ്റ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം V8 ആയതുകൊണ്ട് മൾട്ടിപ്പിൾ മിസ്ഫയർ, കംപ്രഷൻ പ്രശ്നം, അത് ഇത് എല്ലാം എപ്പോഴും പ്രശ്നമാണ്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവൻ ഇഞ്ചക്ടർ മാറണമെങ്കിൽ 8 ഇഞ്ചക്ടർ മാറേണ്ടി വരും. ഒരു ഇഞ്ചക്ടറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പോലും ഒരു $1,000. അപ്പം നാട്ടിലാണേലും ഇപ്പം 530D ഒക്കെ മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ആണെങ്കിലും പെർ ഇഞ്ചക്ടർ 65,000 രൂപ. അപ്പം 65,000 ഒക്കെ വന്നോണ്ട് ഭയങ്കര എക്സ്പെൻസീവ്. അപ്പം V8 N63 നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ് നമുക്കൊരു സേഫ് സൈഡ്. അതുപോലെ തന്നെ ഇപ്പം നാട്ടിൽ പലരും പഴയ 650 550 ഒക്കെ എടുക്കുന്നുണ്ട് പെട്രോൾ V8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും ഇതിന്റെ റിലയബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ്, എന്തോ ഒരു എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണം, മെയിൻ്റെനൻസ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നാട്ടിൽ നമുക്ക് പെട്രോൾ വണ്ടികൾ ഇല്ല, ഭയങ്കര കുറവ്. ഇപ്പോഴാണ് ഇറങ്ങി തുടങ്ങിയത്. പണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ 650 550 535 കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് 320 പെട്രോള്, E90 ഒക്കെ, അതൊക്കെയാണ് ഉള്ളത്. നാട്ടിലിറങ്ങിയ പെട്രോൾ വണ്ടികൾ അത്ര റിലയബിൾ എന്ന് പറയാൻ 535 മാത്രമേ ഉള്ളൂ. Z4ന്റെ 35i അത്യാവശ്യം, അത് രണ്ടും N54 N55 വന്നേക്കണം. അപ്പം അത് അത്യാവശ്യം റിലയബിൾ ആണ്. നാട്ടിലാണ് പുതിയ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല എഞ്ചിനാണ്. അവർ റിവേഴ്സ് ചെയ്ത് നല്ല എഞ്ചിനുകളാണ് വരുന്നത്. 2014 കഴിഞ്ഞുള്ള വണ്ടികളിൽ ഇറങ്ങി തുടങ്ങിയത് B48 നമുക്ക് വരുന്ന 330 430 അതിലൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ വരുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഇതിന്റെ പ്രീവിയസ് ആണ് N20 എഞ്ചിൻ ഒരിക്കലും എടുക്കാൻ ഞാൻ ആരോട് റെക്കമെൻഡ് ചെയ്യും. 320 പെട്രോൾ ഒന്നും പോയി എടുക്കരുത്. അതൊക്കെ ടൈമിംഗ് ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള 320 328 ഒക്കെ പഴയ F30 മോഡൽസ്, അതൊക്കെ ഭയങ്കര ടൈമിംഗ് ഇഷ്യൂ. അപ്പം നമ്മൾ മാർക്കറ്റ് പ്ലേസ് നോക്കി ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, ഭയങ്കര ചീപ്പായിട്ട് വണ്ടി കിടപ്പുണ്ട്. അതെ, ഈവൻ നമുക്ക് ചെറിയ പൈസക്ക് ഇപ്പം ഒരു ഹോണ്ട സിവിക് എടുക്കുന്നതിനേക്കാളും ചീപ്പറായിട്ട് ചിലപ്പോൾ, പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഈവൻ ഒരു 150K താഴെയുള്ള വണ്ടികൾക്ക് തന്നെ ടൈമിംഗ് ചെയിൻ ഇഷ്യൂ കംപ്ലൈൻറ്റ് ഒത്തിരി കാണിക്കുന്ന ഒരു വണ്ടിയാണ്. നാട്ടിലെ പോലെ ഇവിടെയെന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് പാർട്സ് ആണ് എക്സ്പെൻസീവ്, പക്ഷേ ഇവിടെ ലേബറാണ് എക്സ്പെൻസീവ്. ഇവിടെ പാർട്സ് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, പാർട്സ് നമുക്ക് സ്റ്റേറ്റ്സിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സപ്ലറെ കോൺടാക്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് കുറേ കൂടെ ചീപ്പായിട്ട് കിട്ടും നാട്ടിലെ കമ്പയർ ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഇവിടെ ലേബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈമിംഗ് ചെയിൻ പണിയണമെന്ന് പറഞ്ഞാൽ $4,000 to $6,000 ഒക്കെ എല്ലാവരും വാങ്ങിക്കും. ചിലപ്പോൾ ഡിപ്പെൻസ് ഓൺ ദി ഷോപ്പ്. അത്രയും ഡോളർ കൊടുത്ത് വണ്ടിയുടെ വാല്യൂ അതിനേക്കാളും ഒരു ഡബിളേ കാണുള്ളൂ. അതെ, അറ്റ് ദാറ്റ് പോയിന്റ് വണ്ടി ഫിക്സ് ചെയ്യുന്നത് പോലും വെർത്തല്ല. 200,000 ഒക്കെ ഓർഡർ ആയ വണ്ടിയെല്ലാം മാർക്കറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ പഴയ എഞ്ചിനിലോട്ട് നോക്കുകയാണെങ്കിൽ N52 നാട്ടിലുണ്ട്, പഴയ 330 ഉണ്ട്, E90. അത് സൂപ്പർ എഞ്ചിനാ. അത് N52 ഓടികളും 300,000 നമ്മളൊന്നുമില്ല, നാട്ടിൽ അങ്ങനെ കിലോമീറ്റർ വണ്ടി ഓടാറില്ല. പക്ഷെ ഇവിടെ 300,000 350,000 ഒക്കെ സിമ്പിൾ ആയിട്ട് വണ്ടി ഓടും, ഒരു പ്രശ്നമില്ല. ആകെ ആ വണ്ടിക്കുള്ളൊരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ടർബോ അല്ല വണ്ടി, പക്ഷെ ഇൻലൈൻ 6 ആണ്, 3 ലിറ്റർ. അതെ, എന്റെ ഒരു ഫ്രണ്ടിനുണ്ട് E90 323. അത് 2.5 ലിറ്റർ സംതിങ്. അത് 3 ലിറ്റർ ഇല്ല, ജസ്റ്റ് അണ്ടർ 2. പല ലിറ്ററിൽ വരുന്നുണ്ട് വണ്ടി. BMW എടുക്കുകയാണെങ്കിൽ പോലും പല എഞ്ചിനും നമ്മൾ നോക്കണം. ചുമ്മാ വണ്ടി എന്ന് പറഞ്ഞ് പോയി എടുക്കരുത്. ഇപ്പം 320 328 330 335 340 എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓരോന്നിലും ഓരോ എഞ്ചിനും കൊടുത്തേക്കണം. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ F30 3 സീരീസ് എടുക്കുകയാണെങ്കിൽ അതിൽ വന്നേക്കണ 320-ൽ N20 എഞ്ചിനാണ് വന്നേക്കണം, അത് ടൈം എഞ്ചിൻ ഇഷ്യൂ. 328-ലും N20 എഞ്ചിനാണ് വന്നത്. അത് കഴിഞ്ഞ് അവർ നിർത്തിയാണ് 330 ഇറക്കിയത്.
330 ഇറങ്ങിയപ്പോൾ B48 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 അത്യാവശ്യം റിലയബിൾ ആണ്. അതെ, കുറെ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിനാകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ വാൾ കവറിൽ, അതെ, ബാസ് കവറിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു PCV അതെ, നമ്മുടെ ബാക്കിയുള്ള വണ്ടി PCV ഇതായ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ അതിന് പറയണം. അത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് വാൾ കവറോടെ റീപ്ലേസ് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയ ഞാൻ അബദ്ധം അല്ലെങ്കിൽ BMW റിവിഷൻ വന്ന് ഞാൻ കണ്ടത് അവർ ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അതെ, ഫിൽട്ടർ ഹൗസിംഗ് ഗ്യാസ്കറ്റ് അല്ല, ഫിൽട്ടർ ഹൗസിംഗ് പ്ലാസ്റ്റിക് കൊണ്ടുവന്നേക്കടെ. അത് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷെ അത് എത്രമാത്രം റിലയബിൾ ആ ഡൗൺ ദി റോഡ് അത്രമാത്രം റിലയബിൾ. അതെ, കാരണം ഇപ്പം നിലവിൽ ആ വണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. 10 വർഷം കഴിഞ്ഞ് അതായിരിക്കും ആദ്യം പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ വണ്ടിയിലെ ചാർജ് പൈപ്പ്, എന്റെ വണ്ടിയിലെ സ്റ്റേജ് 1 അടിച്ചു കഴിഞ്ഞാൽ ആദ്യം പൊട്ടിപ്പോയ സാധനമാണ് ചാർജ് പൈപ്പ്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ആഫ്റ്റർ മാർക്കറ്റ് ചാർജ് പൈപ്സ് ഉണ്ട്, അലുമിനിയം അപ്ഗ്രേഡ്. അത് പല ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് നോക്കിയെടുക്കണം. F35 F30 ഇറക്കിയേക്കുന്നതാണ് N55 ഉള്ളത് 2012 മുതൽ. പിന്നെ ഞങ്ങളുടെ ഇരിക്കണതാണ് N54. അത് 2006 to 2011 ലാസ്റ്റ് വരെയുള്ളൂ N54 എന്ന് പറഞ്ഞ മോഡൽ. അത് ഇൻലൈൻ 6 ട്വിൻ ടർബോ ആണ്. N55 എന്ന് പറയുമ്പോൾ ഇൻലൈൻ 6 ട്വിൻ സ്ക്രോൾ ടർബോ ആണ് വരുന്നത്. പിന്നെയുള്ളതാണ് ഇപ്പോൾ റെവല്യൂഷണറി ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാണ് B58 എന്ന് പറഞ്ഞാൽ സുപ്രയിൽ വന്നത്. അതെ, B58 നമ്മുടെ പുതിയ ടൊയോട്ട സുപ്ര വന്നേക്കണേ. അതെ, അപ്പം N54 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും മികച്ചു നിന്ന ഒരു സമയത്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് BMW ഇതും പോരാ, ഇതിലും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു എഞ്ചിനാണ് B58. അതായത് M340 ആയാലും 440 ആയാലും ഒക്കെ വരുന്ന എഞ്ചിനാണ് B58 എന്ന് പറയുന്നത്. ടൊയോട്ട ആയിട്ട് കൊളാബ് ചെയ്ത് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ ടൊയോട്ട സുപ്ര വെക്കാൻ വേണ്ടി എടുത്തൊരു എഞ്ചിൻ ആയതുകൊണ്ട് അത് കുറേ കൂടെ ഓഡിയൻസ് അട്രാക്ഷൻ വന്നിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ ഒത്തിരി ടൂണിംഗ് പൊട്ടൻഷ്യൽ ഇഷ്ടം പോലുള്ള എഞ്ചിനാണ്. സുപ്രയിലാണേലും 440-യിലാണേലും 340-യിലാണേലും നമുക്ക് B50 സ്റ്റോക്ക് തന്നെ പവർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 350 പക്ഷെ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഫുൾ ബോൾട്ടാണ് അടിച്ചൊരു ട്യൂൺ അടിച്ച വണ്ടി ഓൾമോസ്റ്റ് 90 to 100 ഹോഴ്സ് പവർ അടിച്ച് കയറും. അതെ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നണേ ഡൗൺ പൈപ്പ് വിത്ത് ട്യൂണ് 500 ഹോഴ്സ് പവർ ഹിറ്റ് ചെയ്ത ഒത്തിരി പേരുണ്ട്. ട്യൂണേഴ്സ് കമ്മ്യൂണിറ്റി എല്ലാവരും വേണം. ഡൗൺ പൈപ്പ് പ്ലസ് ട്യൂൺ വിൽ ഗീവ് യു 100 ഹോഴ്സ് പവർ. അപ്പം ഞാനിപ്പോൾ പോയിരിക്കുന്നത് ഈ ക്ലച്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ F10 550 ആയിട്ട് ക്ലച്ചാണ് ഞാൻ പോയിരിക്കുന്നത്. ഇതിൻ്റെ OE മാനുഫാക്ചറാണ് BMW ലൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ക്ലച്ച് വരുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി ഇതിപ്പം വിൻ്റർ ടൈമാണ്, നമുക്ക് വരുന്ന സീസണിന് മുന്നേ ആയിട്ട് ക്ലച്ച് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 550 ക്ലച്ച് ഓപ്ഷനാണ്. സ്റ്റേജ് 2 ക്ലച്ചിന് അത്ര എക്സ്പെൻസീവ് ക്ലച്ചിലോട്ട് പോകുന്നതിലും നല്ലതാണ്. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 550i വരുന്ന ക്ലച്ചും 335 IS ക്ലച്ചും ഇതെല്ലാം സെയിം ക്ലച്ച്. അതായത് BMW അമേരിക്കയിൽ IS എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയായിരുന്നു. 2011 ലാസ്റ്റ് ആയിട്ടാണ് ഇറക്കിയത് IS മോഡൽ. അത് DCT ആണ് വന്ന ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ട്യൂണിങ്ങും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. DCT മാനുവലും വരുന്നുണ്ട്. അപ്പം മാനുവൽ വന്ന വണ്ടിയിൽ ഉള്ളതാണ് ഇത്. അപ്പം ഇതെല്ലാം നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഓക്കെ നമുക്ക് ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞപ്പം നമ്മൾ ഇതപ്പം തന്നെ ഗ്രാബ് ചെയ്യുമായിരുന്നു. ഇതുപോലുള്ള പുതിയ പ്രൊജക്റ്റുകളും ഞങ്ങളുടെ പെർഫോമൻസ് അപ്ഗ്രേഡ്സും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിലായിരിക്കും ഞങ്ങൾ കൂടുതലും സ്റ്റാറ്റസുകളും എല്ലാം ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ.